ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള അതുപോലെ നോർമലായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിലുള്ള ഡെക്കറേഷൻസൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്കെല്ലാം ക്രം കോട്ടിങ് ചെയ്തിട്ട് തലേദിവസം രാത്രി സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ഏതാണെന്നുള്ളത്. അപ്പോൾ LGയിൽ 630 ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റോറേജൊക്കെ അത്യാവശ്യം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഞാൻ വീഡിയോ വേറെ ചെയ്യാം. പിന്നെ രാവിലെയാണ് ഞാൻ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മളിപ്പോൾ ക്രം കോട്ടിങ് ചെയ്തതെല്ലാം ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുക. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ കേക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ വർക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ കേക്ക് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഇത് 2 kg വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടുള്ളത് ഞാൻ മുന്നൊരു ഫ്ലവർ വീഡിയോ ചെയ്തതിൽ കാണിച്ചിട്ടുള്ള സെയിം ഫ്ലവർ തന്നെയാണ്. അപ്പോൾ ഫ്ലവർ സൺഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പൈപ്പിംഗ് ബാഗിൽ ഗണേശ് ആക്കിയിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനുമാണ്. അതിന് ശേഷം 10 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 kg ചോക്ലേറ്റ് കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് വന്നിട്ടുള്ളത് എഗ്ലെസ് ആണ്. എഗ്ലെസ് കേക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും അതുപോലെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ഫുൾ കവർ ചെയ്യുന്നത് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടാണ്. പിന്നെ ടോപ്പ് ഭാഗം മാത്രം നീറ്റാക്കി എടുക്കണുള്ളൂ. സൈഡ് ഭാഗം അത്ര നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സൈഡിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സൈഡ് ഞാൻ അത്ര നീറ്റാക്കിയിട്ടില്ല, ടോപ്പ് ഭാഗം മാത്രം നീറ്റാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗണേഷ് കുറച്ചൊരു ലൂസായിട്ടുള്ള ഗണേഷാണ്. അപ്പോൾ നമ്മൾ മെൽറ്റാക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റാക്കിയ പടഞ്ഞ് അത് ഒഴിച്ചുകൊണ്ടാണ് അങ്ങനെ ലൂസായിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിവിടെ ചെയ്യണത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതും നമുക്കൊരു 10-11 മണിൻ്റെ ഉള്ളിലായിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. അപ്പോൾ ഇത് നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചോക്ലേറ്റ് സൈഡിൽ ഒട്ടിച്ചിട്ടുള്ള ഡെക്കറേഷൻ ഇല്ലേ, ആ ഒരു ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡെക്കറേഷൻ ചെയ്തിട്ട് കുറേ ആയിട്ട് ഒരുപാട് നാളായിന്ന് പറയാം. എല്ലാവർക്കും വെറൈറ്റി ഡെക്കറേഷൻസാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞു നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ലുക്കിലാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ആ ചോക്ലേറ്റ് ഒട്ടിക്കാതെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ആ ഒരു ഡെക്കറേഷൻ വേണ്ട, എല്ലാവർക്കും വെറൈറ്റി ഡെക്കറേഷൻ, അതുപോലെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ ആ ഡ്രസ്സിൻ്റെ കളർ അതിനനുസരിച്ചിട്ടുള്ള ഡെക്കറേഷൻസൊക്കെയാണ് എല്ലാവരും കേക്കിൽ പറയാറുള്ളത്. ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് അങ്ങനെ ആരും പറയാറില്ല കേട്ടോ. അപ്പോൾ അത് ക്രം കോട്ടിങ് ഫൈനൽ കോട്ടിങ് ചെയ്തു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ ചെയ്യുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് ഡെക്കറേഷൻ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്തിട്ടുള്ള ക്രീം കുറച്ച് കളർ മിക്സ് ചെയ്തതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് അധികം നാൾ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ കൂടുതലും എടുത്ത് വെച്ചിട്ട് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഡെക്കറേഷൻസ് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് വരുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഡെക്കറേഷൻ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അത് പേരെഴുതിയതിൻ്റെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. അത് ലൈന് പോലെ കൊടുത്തു. അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു ആഷ് കളറായിട്ട് വരും. ബ്ലാക്ക് പോയിട്ട് ആഷ് കളറായിട്ടാണ് വരിക കേട്ടോ. ഇപ്പോൾ സൈഡൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഫിനിഷിങ് ചെയ്യാതെ നൈഫ് ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഫിനിഷിങ് കുറവാണ്, അതുകൊണ്ട് നൈഫ് ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫിനിഷിങ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുക്കില്ല. അധികം നമ്മളിപ്പോൾ ഫിനിഷിങ് ആക്കി എടുക്കാതെ നൈഫ് ഡിസൈനാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവും ചെയ്യും. എന്നാൽ നമുക്ക് ആ നൈഫ് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അധികം ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യും തോറും ടൈം അങ്ങനെ പോവുകയാണല്ലോ ചെയ്യുക.
പിന്നെ എന്നുണ്ടെങ്കിൽ ക്രീം ലൂസാവുന്ന പ്രശ്നമൊക്കെ വരും കൂടുതൽ ക്രീമിൽ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതാ സൈഡൊക്കെ ഒന്നും കൂടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം ബേസ് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോയിൽ വന്നിട്ടുള്ള ഒരു ടോൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. 5 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 6 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 kg ടോൾ കേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് ടിന്നിലും 1.5 കിലോനാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് ടിന്നിലും 2 kg ആണെങ്കിൽ 7 ഇഞ്ചിലുമാണ് ചെയ്യേണ്ടത് കേട്ടോ ടോൾ കേക്ക് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ഡോറിൻ്റെ പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എഡിബിളാണ് കേട്ടോ, കഴിക്കാൻ പറ്റും. വേഫർ ഷീറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയോ എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ നിന്നു കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ വരും. അപ്പോൾ ഇത് ചുറ്റിലും ചെയ്ത് കൊടുക്കണുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ കൂടെ ഒരു 4 കപ്പ് കേക്കും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു ഫ്ലവറിൻ്റെ ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. കപ്പ് കേക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫ്ലവർ ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ റോസ് ഫ്ലവറിൻ്റെ നോസിൽ അല്ലേ, അതായത് പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ കൊടുക്കുന്നത് കേട്ടോ. റോസ് ഫ്ലവർ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യണ പോലെ തന്നെ ഉള്ളിലായിട്ട് കപ്പ് കേക്കിൻ്റെ ഉള്ളിലായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ട് വെക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 4 കപ്പ് കേക്ക് കൂട്ടാ. അപ്പോൾ കസ്റ്റമർ വന്നു, അത് കൊണ്ടുപോയി. അതിൻ്റെ ശേഷം നമ്മൾ ഡോറാബുജിൻ്റെ കേക്കാണ് ചെയ്യണത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിൻ്റെ ശേഷം ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ലീഫ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലീഫ് ചെയ്യണത് പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോളാക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ലീഫിൻ്റെ പോലെ ഉള്ളൊരു ഡെക്കറേഷനായി വരും. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, എഡിബിളായിട്ടുള്ളതാണ്. അതുപോലെ ഡോറയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലുള്ള എല്ലാം കഴിക്കാൻ പറ്റുന്ന ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അത് ആഷ് കളർ താഴെ വന്നിട്ടുള്ള അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ ഫോണ്ടൻറ്റിൻ്റെ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സൈഡിലായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിലും തന്നെ ഗണേശ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളതും അതുപോലെ നോർമലായിട്ടുള്ള ഡെക്കറേഷനുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡെക്കറേഷനും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്